ഇത് മനസ്സിൽ പിടിച്ചവർ വെച്ച കറിയ. ഉപ്പും മുളകും ഒക്കെ പാകത്തിന് കാണും. ഞാൻ അവിയൽ വെച്ചത് കൊണ്ട് ഊണ് കഴിച്ചില്ലെന്ന് വേണ്ട. നീ പിണങ്ങുകയാണോ ജാനു? എന്റെ പിണക്കമൊക്കെ നോക്കിയിട്ട് എന്തിനാ? മോനെ, പിണക്കം വന്നാൽ എന്ത് ചെയ്യണമെന്നാ കൊച്ചച്ചൻ പറഞ്ഞിരിക്കുന്നേ? ജാനു, വരും ഊണ് കഴിക്കാം. എനിക്ക് ചോറ് വേണ്ട. അവൻ വല്ല കളിയും പറഞ്ഞെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ പിണങ്ങിയാലോ ജാനു? കളിയും കാര്യവും ഒക്കെ എനിക്കും കുറെയൊക്കെ അറിയാം. ചേട്ടത്തി ഊണ് കഴിക്കുന്നേ. ജാനുവിന് ചോറിന്റെ മണം കേട്ടാ ഓക്കാനം വരും, അതുകൊണ്ടാ. എന്തോന്നടാ കണ്ടത്? എടാ കുരുത്തം കെട്ടവനെ, പോടാപ്പുറത്ത്. എന്തിനാ അവനെ തല്ലിയത്? പിന്നെ എന്തിനാണ് അവനെ അനാവശ്യം പറഞ്ഞത്? കുഞ്ഞല്ലേ, അവൻ എന്തറിയാം ജാനു? ഒരു വിശേഷപ്പെട്ട കുഞ്ഞ്. പെറ്റിട്ടാൽ മാത്രം പോരാ, നേരെ ചൊവ്വ വളർത്താനും പഠിക്കണം. അവൻ അതിന് എന്ത് തെറ്റ് ചെയ്ത് ജാനു? എന്നെ ഇവൻ കള്ളിന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഒരു പുന്നാര മോൻ. നാളെ ഇവൻ നിങ്ങളെയും വിളിക്കും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തോന്നുന്നല്ലോ ജാനു. ഞാൻ പറയുന്നതാണ് അല്ലേ? തൊട്ടാലൊരുകുന്ന വെണ്ണയല്ലയോ? ചൊല്ലു വിളിക്ക് വളർത്തിയില്ലെങ്കിലേ നാളെ വല്ലവരുടെയും കൈ വാങ്ങിച്ചു വരും. തല്ലി പഠിപ്പിക്കുന്നപ്പോൾ തല്ലി തന്നെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ പറ്റുള്ള വഴക്ക് മൂത്താണ് കുടുംബകാലം തന്നെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? മതിയായല്ലോ. ആ പാവപ്പെട്ട കുഞ്ഞിനെ 5-6 തല്ലി കൊള്ളിച്ചപ്പോ നിനക്ക് തൃപ്തിയായി. താനൊന്ന് തൊട്ടതിനാണ് കുറ്റം. എന്നെ കള്ളിന്ന് വിളിച്ചതിന് നിങ്ങൾക്കൊരു തന്നെ പോട്ടു മോനെ, സാരമില്ല. ഞാൻ ഇനി അച്ഛനോട് മിണ്ടത്തില്ല. മോന്റെ അച്ഛനല്ലേ. എന്റെ മോൻ നല്ല കുഞ്ഞായിട്ട് വളരാൻ വേണ്ടിയല്ലേ അച്ഛൻ അടിച്ചത്. പോട്ടെ, സാരമില്ല. എങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ തല്ലുണ്ടായിരുന്നു. ഇതാ നോക്കൂ, ചുവന്ന് തടിച്ചു കിടക്കും. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ പിന്നെ ആരത്തല്ല. കുഞ്ഞിനെ അവള് ചീത്ത പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ലക്ഷ്മി. ആകെപ്പാടെ ഇതൊന്നേ ഉള്ളൂ. എന്റെ മുമ്പിൽ വെച്ച് ഇനി അവനെ ഇങ്ങനെ തല്ലരുത്. ജാനുവിന്റെ അച്ഛൻ വരുന്നു. അല്ല, ഇതാരാ? ഒരുപാട് കാലമായാലോ ചേട്ടനെ കണ്ടിട്ട്. ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇന്നലെ ആ കളം പിരിഞ്ഞത്. ഇത്തവണത്തെ കൃഷി എങ്ങനെയായിരുന്നു? ഓ, വലിയ മോശമില്ല. ഇക്കൊല്ലത്തെ പാട്ടം കൊടുത്തു. സ്വാമിയുടെ പഴയ കടവും വീട്ടി. കൊള്ളാം. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഒരു വിശേഷമില്ല. മോനെ വന്നേ, മുറ്റത്തിന്റെ അടുക്കൽ വന്നേ. സുകുമാര നന്ദകുമാര ചേട്ടൻ ഇതുവരെയായിട്ടൊന്നും മറന്നില്ല. അല്ലേ, അത് മറക്കാൻ നോക്കുമോ? ആടിയ കാലും പാടിയ വായും വെറുതെ ഇരിക്കുമോ? ഞാനും അകത്തുണ്ട്, അകത്തേക്ക് ചെല്ലണം. ജാനു, നീ ഒന്ന് ഉത്സാഹിപ്പിച്ച് കുറച്ച് കാശ് വേഗം മേടിച്ചു തരണം. അങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ജാനു, നീ അപ്പുറത്തേക്ക് ചെല്ലും. എന്റെ അച്ഛൻ വന്നിരിക്കുന്നു. പാലിരിപ്പുണ്ടോ ശാരദേ? ഇല്ലല്ലോ. ഇല്ലേ? ആ, എന്നാ കട്ടൻ കാപ്പി മതി. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചേക്കാം. അച്ഛൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയി അല്ലേ? മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? 5-6 നെല്ലുള്ള ഇട്ടേച്ച് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാൻ ഒക്കുമോ? എന്നാലും വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ അച്ഛ? മകളെ, നീ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഈ പടി കയറാൻ യോഗമുണ്ടായത് തന്നെ നിന്റെ ഭാഗ്യമാണ്. ഭാഗ്യത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. നിന്റെ അമ്മയെ സംബന്ധം ചെയ്തുകൊണ്ടുവന്ന കാലത്ത് അവളും ഇതേ വാക്ക് തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മോളെ, വീടായി കുടിയായി ഒക്കെ താമസിക്കുമ്പോ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നടന്നു വരികയില്ല. കുറെയൊക്കെ നമ്മൾ സഹിക്കണം. കാപ്പി പാല് തീർന്നു പോയി. അല്ലെങ്കിലും അച്ഛൻ കട്ടൻ കാപ്പിയോ കുടിക്കുകയുള്ളൂ. അതെന്താ? കഥകളി പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു ചിട്ടയാണത്. പാല് കുടിച്ച് ഹോട്ടലിൽ തെടിച്ചാൽ ഈ ഒട്ടക്കാലിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു മോനുള്ളതിന് പാലെന്ന് വെച്ചാൽ ജീവനാണ്. ഒരു തുള്ളി അവൻ ബാക്കി വെച്ച. പിന്നെ ഇവിടെ എന്നങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ കൂടിയാണ് ഞാൻ വന്നത്. കടിഞ്ഞൂലാകുമ്പോ അത് അവിടെ വെച്ച് വേണമെന്നാണല്ലോ നാട്ടു നടപ്പ്. നാട്ടു നടപ്പും പാരമ്പര്യം ഒന്നും നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് വിളിക്കാനോ പറയാനോ അവിടെ ആരിരിക്കുന്നു? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്നാലും അതിലൊന്നും കാര്യമില്ല. അമ്മ മരിച്ചു പോയെങ്കിലും ഞാനിവിടെ ഉണ്ടല്ലോ. അവളിവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. ആ, കുഞ്ഞിവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സമാധാനം. മകളെ, ഒരു 250 രൂപയുണ്ട്. നെല്ല് വിറ്റതിന്റെ ബാക്കിയാണ്.
ഇത് മകളുടെ കയ്യിലിരിക്കട്ടെ. ചെലവുകളൊക്കെ വരുന്ന സമയമാണല്ലോ. ആ പിന്നെ എനിക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ഊണ് കഴിച്ചിട്ട് പോവാൻ വെച്ച. വേണ്ട മോളെ, നേരത്തെ അവിടെ ചെന്നിട്ട് ആവശ്യമുണ്ട്. ആ പിന്നെ ശരീരമൊക്കെ കാര്യമായിട്ട് സൂക്ഷിച്ചോളണം. പകലുറക്കാൻ ഭാരപ്പെട്ടൊന്നും എടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിയ. ഊണ് കഴിച്ചിട്ട് പോകാം. വേണ്ട കുഞ്ഞ്, നേരത്തെ അവിടെ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ആ പിന്നെ ജാനുവിന് ആ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ കഷായം കുറച്ച് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോ ഇവളുടെ വിളർച്ചയുടെ കാര്യം കൂടി വൈദ്യനോടൊന്ന് പറഞ്ഞേക്കണം. ഓ അത് സാരമില്ല. ഇവിടെ ഗർഭമായിരുന്നപ്പോ ഇവളുടെ അമ്മയുടെ പ്രകൃതവും ഇത് തന്നെയായിരുന്നു. ആര്യവൈദ്യശാലയിലെ കഷായം 6 നേരം ചെന്നപ്പോ അതങ്ങ് മാറി. അച്ഛൻ ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? മരുന്ന് വാങ്ങിക്കൊണ്ട് ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വരാം. എന്നാ ഞാൻ ഇനി താമസിക്കുന്നില്ല. ശരി. ക്ഷീണമാണ് അച്ഛന്. നേരത്തിന് ആഹാരവും ഒന്നും ഇല്ലായിരിക്കും. ഒറ്റയ്ക്കുള്ള വെപ്പും കൂടിയല്ലേ. കുറച്ചു ദിവസം ഞാനവിടെ പോയി താമസിച്ചാലോ എന്നാലോചിക്കാൻ. ആ പ്രസവമൊക്കെ കഴിയട്ടെ.